ഷായന എടോ അവിടേക്ക് ശരിക്കും നോക്കൂ. പറ. ഈ വരുന്ന ശനിയാഴ്ച നമുക്കൊരു സ്ഥലം വരെ പോവാൻ പറ്റും. എവിടെ? തൊടുപുഴ, ഞാൻ പഠിച്ച കോളേജില്. എന്തിനാ? റിയൂണിയൻ ആണ് ഇക്ക. ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. എല്ലാരും ഫാമിലി ആയിട്ടായിരിക്കും വരിക. അപ്പൊ ഇക്ക മാത്രം വരായിരുന്നു, അത് മോശമല്ലേ? ഇക്ക വരില്ലേ? നോക്കട്ടെ, ഇപ്പൊ പറയാൻ പറ്റില്ല. വരാൻ നോക്കിക്ക. 2 മണിക്കൂറത്തെ കാര്യമല്ലോ. അറിയില്ല, പോലീസ് ഇറക്കിവിട് സാറേ, ഞങ്ങളൊന്ന് കാണട്ടെ. അയാൾക്കെതിരെ തെളിവുകൾ എന്തെങ്കിലും കിട്ടിയോ സാർ? ഇക്ക കേൾക്കുന്നില്ലേ? എന്താ ഒന്നും പറയാൻ? വിളിക്കാം. രാമേട്ടാ ഇങ്ങൊന്നേ. രാമേട്ടാ ആകെ പ്രശ്നമായിരിക്കുക. പുറത്ത് ജനങ്ങളും മെഡിക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും കിട്ടാതെ പുറത്തു പോകാൻ പറ്റില്ല. രാമേട്ടാ, നിങ്ങൾ തമ്മിലുള്ള പഴയ പ്രശ്നങ്ങൾ എനിക്കറിയാം. അതെന്റെ ചുരുക്ക് ഇവിടെ തീർക്കാൻ നോക്കരുത്. ഞാൻ അവസാനമായിട്ട് ചോദിക്കുക, രാമേട്ട ഉറപ്പാണോ? ഉറപ്പാണ്. അയാൾ ആ ക്രൈം ചെയ്തിട്ടുണ്ട് സാർ. പള്ളിപ്പാടിന് എനിക്കറിയാവുന്ന പോലെ സാറിന് അറിയില്ല. അയാൾ ഈ കാണിക്കുന്ന മുഴുവൻ അടവാണ് സാർ. രാമേട്ട പിന്നെ ഇത്രയും നേരം ഇത്രയും പോലീസുകാർ നോക്കിയിട്ട് എന്തോന്നും കിട്ടാത്ത? ഷാഹിനെ തന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇതെപ്പോഴും ഇങ്ങനെ വിളിക്കണമെന്നില്ല. എവിടെയാടാ തന്റെ ഭാര്യയെ കൊന്ന് കുഴിച്ചുമൂടിയിരിക്കുന്നത്? തന്നോട് ഞാൻ പറഞ്ഞല്ലേ അവള് മധുരയ്ക്ക് പോയതാണ്. സാറേ, അന്ന ടീച്ചർ. അന്ന ടീച്ചറോ? പള്ളിപ്പാടം കൊന്നെന്ന് പറഞ്ഞ അങ്ങനെ ഭാര്യയായി നിൽക്കുന്നത്. ടീച്ചർ ശരിക്കും മധുരക്കിനാണോ പോയത്? അതെ. അപ്പൊ ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാണ്ടായിരുന്നിട്ടും നിങ്ങളെന്ത് ഫോൺ എടുക്കാതെ പോയത്? പോകുന്ന ധൃതിക്ക് ഫോൺ എടുക്കാൻ മറന്നുപോയി. ഇവിടുത്തെ ജോലിക്കാരി ഇന്നലെ നിങ്ങൾ തമ്മിൽ വഴക്കൂടുന്ന കണ്ടു. ഇന്ന് കാലത്ത് വന്നപ്പോൾ നിങ്ങളുടെ മിസ്സിങ്ങുമാണ്. ഇതിനോടനുബന്ധപ്പെട്ടൊരു പരാതി ഞങ്ങളുടെ സ്റ്റേഷനിൽ തന്നു. അപ്പോൾ പോലീസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ അന്വേഷിക്കണ്ടേ? അല്ലാതെ ഇദ്ദേഹത്തെ പേഴ്സണായിട്ട് ഹരാസ് ചെയ്യാൻ ഞങ്ങൾക്ക് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നാലും രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ടായാലും ക്ഷമിക്കണം. രാമേട്ടാ, വേറെന്തെങ്കിലും ഉണ്ടോ ഇനി? അശോക സാർ. കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞ പള്ളിപ്പാടന്റെ ഭാര്യ ജീവനോടെ തിരിച്ചെത്തി. അപ്പോ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് സാർ നിങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്? പോലീസോട് ആരെ അറസ്റ്റ് ചെയ്യാനോ കയ്യേറ്റം ചെയ്യാനോ വേണ്ടി വന്നതല്ല.
ചോദ്യങ്ങൾ കൃത്യമായിട്ട് മറുപടി പറയാതെ കഴിയുമ്പോൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നുള്ള ഞങ്ങളുടെ പ്രൊസീജിയറാണ്. അതിനുവേണ്ടി വന്നു, അത്രേ ഉള്ളൂ. പ്രായമായ ഒരു മനുഷ്യനെ കഴുത്തിന് കുത്തിപ്പിടിച്ചാണ് ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നത്. നിങ്ങൾ വെറുതെ കാര്യങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കരുത്. സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ചില കാര്യങ്ങളിൽ കുറച്ച് സംശയം തോന്നി, അപ്പൊ അതേപറ്റി കൂടുതൽ അന്വേഷിക്കാന്ന് കരുതി. അപ്പൊ അതുവരെ ആ മനുഷ്യൻ അനുഭവിച്ച മാനസിക പീഡനത്തിന് ആര് സമാധാനം പറയും സാർ? അതിനല്ലേ ഞങ്ങൾ പോലീസുകാരകത്തുനിന്ന് മാപ്പ് പറഞ്ഞത്. അതിൽ കൂടുതൽ വേറെന്താ വേണ്ടേ? അത് പോരല്ലോ സാറേ. വാതിലടച്ച് ആരും കേൾക്കാതെ നിങ്ങൾ പറഞ്ഞ മാപ്പ് പോരെ സാറേ. നാട്ടുകാർ കേക്ക പറയണം. അത് സാറല്ല, പള്ളിപ്പാടന്റെ ദേഹത്ത് കൈവച്ച ദേ ഈ സാർ. എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ നീ വീട്ടിൽ കയറിയിട്ട് തെമ്മാടത്തിൽ കാണിച്ചിട്ട് അങ്ങനെ പോകുന്നത് എങ്ങനെയാ സാറേ? തെറ്റ് നമ്മുടെ ഭാഗത്താ, അതങ്ങ് പറഞ്ഞേക്ക. സാർ പോലീസിന്റെ വീഴ്ചയല്ലേ സാർ ഇത്? സാർ മാപ്പ് പറയാൻ പോണോ? സാർ ചെയ്തതിൽ കുറ്റബോധമുണ്ടോ? സാർ പള്ളിപ്പാടിനെതിരെയുള്ള പോലീസിന്റെ ഗൂഢാലോചനയാണ് സാർ. സാർ സാർ മറുപടി പറയണം സാർ. സാർ സാർ എനിക്ക് ഒരു എന്നോട് ഒരുത്തിനൊരു മാപ്പം കോപ്പും പറയണ്ട. ഒച്ചയും ബഹളമൊന്നും ഇല്ലാണ്ട് എല്ലാവരും ഒന്ന് ഒഴിഞ്ഞു തന്നാ നന്നായിരിക്കും. ആ പറഞ്ഞു കേട്ടില്ലേ? എല്ലാരും പിരിഞ്ഞോണം. ഇനി ബഹളമൊന്നും വേണ്ട, എല്ലാരും പോകും. സാർ സാറിനെ കേരള പോലീസിനെ നാണിക്കരുത് സാർ. പ്ലീസ്. എന്താണ് സാർ സാറിന്റെ കുറ്റം? സാർ എന്തെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞിട്ടുണ്ടോ സാർ? സാർ സാർ മറുപടി പറയണം സാർ. പള്ളിപ്പാടിനെതിരെ ഇനിയും ഒരു അന്വേഷണം സാർ സാർ. സാർ 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 മറുപടി പറയണം സാർ. സാർ എന്തെങ്കിലും മറുപടി പറയണം സാർ. പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയാണ്. സാർ മറുപടി പറയണം. ഒരു സന്തോഷ വാർത്തയുണ്ട്. കണ്ണി കണ്ടെൻ്റെ കൈയും കാലും പിടിച്ചുണ്ടാക്കിയ ട്രാൻസ്ഫർ അതെന്തായാലും പോയി കിട്ടി. സോറി സാർ, ഞങ്ങൾ കാരണം സാറിന്. അതുകൂടെ അശോക, അതിന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഓരോരുത്തരും അവരുടേതായ പ്രതികാരങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കില്ലെന്ന് ആര് കണ്ടു? ആരോട് എന്തിനാണ് സാറേ പ്രതികാരം? 2 വർഷം മുമ്പ് എൻ്റെ ഭാര്യയുടെ അനിയൻ്റെ ഒരു കേസ് കോടതിയിലെത്തിയപ്പോൾ അവിടെ എതിർഭാഗം വാദിക്കാമെന്ന് തോമസ് വക്കീലായിരുന്നു. അന്ന് ആ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി പള്ളിപ്പാടിനെ ഞാൻ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അങ്ങേര് വഴങ്ങില്ലെന്നറിഞ്ഞപ്പോൾ അപ്പോഴേ ഞാൻ ആ കേസ് അങ്ങ് വിട്ടതാ. അളിയൻ കേസ് തോറ്റുപോയെന്ന് കരുതി പ്രതികാരം ചെയ്യാൻ മാത്രം ശിവരാമൻ അത്രയും തരന്നായിരുന്നില്ല സാർ. 30 വർഷമായി സാർ കാക്കിയിടാൻ തുടങ്ങിയിട്ട്. ആ 30 വർഷത്തിന്റെ എക്സ്പീരിയൻസിന്റെ ബലത്തിൽ പറയുക, ആ വീട്ടിൽ ആരുടെയോ ചോര വീണിട്ടുണ്ട്.